ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എത്രീസ് വണ്ടർലാൻഡ്. 5ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ 4th യൂണിറ്റ് ദ ഹീലിംഗ് ടച്ച് എന്ന യൂണിറ്റിലെ ഒരു പോയമാണ്. പോയത്തിൻ്റെ പേര് ഓൾ യു ഹു സ്ലീപ് ടു നൈറ്റ്. നമുക്ക് പോയം ഒന്ന് വായിക്കാം. ഓൾ യു ഹു സ്ലീപ് ടു നൈറ്റ്. Read the poem given below. It is about what we feel when we are far from our loved ones. ഈ പോയം പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് നമ്മൾ ഒരുപാട് അകലെയായിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിങ്സിനെ കുറിച്ചാണ്. ഓൾ യു ഹു സ്ലീപ് ടു നൈറ്റ് ഫാർ ഫ്രം ദ വൺസ് യു ലവ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ഒരുപാട് അകലെയായിട്ട് ഇന്ന് രാത്രി ഉറങ്ങുന്ന എല്ലാവരും. നോ ഹാൻഡ്സ് ടു ലെഫ്റ്റ് ടു റൈറ്റ്. അവരുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും കൈകളൊന്നുമില്ല, അവരെ ചേർത്ത് പിടിക്കാൻ കൈകളൊന്നുമില്ല. ആൻഡ് എംപ്റ്റിനെസ് എബവ്. അവരുടെ മുകളിൽ ശൂന്യതയാണ്, അവിടെയും ഒന്നുമില്ല. അതാണ് ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് സെക്കൻഡ് സ്റ്റാൻസിലേക്ക് പോകാം. നോ ദാറ്റ് യു ആർൻറ്റ് എലോൺ. നിങ്ങൾ അറിയുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ദ ഹോൾ വേൾഡ് ഷെയർസ് യുവർ ടിയേഴ്സ്. നിങ്ങളുടെ കണ്ണുനീര് ഷെയർ ചെയ്യാൻ ലോകം മുഴുവനുണ്ട്. സം ഫോർ 2 nights or 1. ചില ആളുകൾ 1-2 രാത്രി മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് സം ഫോർ ഓൾ ദെയർ ഇയേഴ്സ്. പക്ഷെ ചിലർ ഒരുപാട് വർഷങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതാണ് പോയം പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കേ. ഇനി നമുക്ക് പോയറ്റിനെ കുറിച്ച് നോക്കാം. എബൌട്ട് ദ പോയറ്റ്. വിക്രം സേത്ത് വാസ് ബോൺ ഓൺ 20th June 1952 ഇൻ കൽക്കട്ട. നമ്മുടെ പോയറ്റായ വിക്രം സേത്ത് ജനിച്ചത് കൽക്കട്ടയിലാണ്. അദ്ദേഹം ജനിച്ചത് ജൂൺ 20, 1952. ഹി ഈസ് എ ഫേമസ് ഇന്ത്യൻ നോവലിസ്റ്റ് ആൻഡ് പോയറ്റ്. അദ്ദേഹം വളരെ പ്രശസ്തനായ ഇന്ത്യൻ നോവലിസ്റ്റും കവിയുമായിരുന്നു. ഹി ഹാസ് വൺ സെവറൽ അവാർഡ്സ് സച്ച് ആസ് പത്മശ്രീ, ദ സാഹിത്യ അക്കാദമി അവാർഡ്, പ്രവാസി ഭാരതീയ സമ്മാൻ എറ്റ്സെട്ര. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാ? പത്മശ്രീ, സാഹിത്യ അക്കാദമി അവാർഡ്, പ്രവാസി ഭാരതീയ സമ്മാൻ. ഇങ്ങനെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ള നല്ലൊരു പോയറ്റാണ് നമ്മുടെ പോയറ്റായ വിക്രം സേത്ത്. ഓക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോയം. ഫസ്റ്റ് വൺ, ഇൻ ഹൂസ് കമ്പനി ഡു യു വിഷ് ടു സ്ലീപ്. ആരുടെ കൂടെ ഉറങ്ങാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? ഇവിടെ ആൻസേഴ്സ് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ പേര് വെച്ച് എഴുതാം. ഞാനിവിടെ എഴുതാൻ പോകുന്നത് ഇൻ മൈ മദേഴ്സ് കമ്പനി ഐ വിഷ് ടു സ്ലീപ്. എൻ്റെ മദറിൻ്റെ കൂടെ ഉറങ്ങാനാണ് എനിക്കിഷ്ടം. ദെൻ ദ സെക്കൻഡ് വൺ, ഹൗ ഡു പീപ്പിൾ ഫീൽ വെൻ ദേ ആർ ഫാർ ഫ്രം ദെയർ ലവ്ഡ് വൺസ്. പ്രിയപ്പെട്ടവരിൽ നിന്ന് ഒരുപാട് അകലെയായിരിക്കുമ്പോൾ ആളുകൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? പീപ്പിൾ ഫീൽ ലോൺലി വെൻ ദേ ആർ ഫാർ ഫ്രം ദെയർ ലവ്ഡ് വൺസ്. ജനങ്ങൾക്ക് അവർ ഒറ്റപ്പെട്ടതുപോലെ തോന്നും ഒരുപാട് അകലെയായിരിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരിൽ നിന്ന് ഒരുപാട് അകലെയായിരിക്കുമ്പോൾ ജനങ്ങൾക്ക് അവർ ഒറ്റപ്പെട്ടതുപോലെ തോന്നും. ദെൻ ദ തേർഡ് വൺ, വൈ ഡസ് ദ പോയറ്റ് സേ യു ആർ നോട്ട് എലോൺ. എന്തുകൊണ്ടാണ് കവി പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന്? ആൻസർ, ദ പോയറ്റ് സേസ് ദിസ് ബിക്കോസ് ദർ ആർ മെനി പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ് ഫീലിംഗ് ലോൺലിനെസ്. ഈ കവി ഇങ്ങനെ പറയാൻ കാരണം ലോകത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആളുകളുണ്ട് ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന, ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്ന ഒരുപാട് പേര് ലോകത്തിലെ പല സ്ഥലങ്ങളിലും ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല. ദെൻ ദ ഫോർത്ത് വൺ, സജസ്റ്റ് അനദർ ടൈറ്റിൽ ബേസ്ഡ് ഓൺ ദ തീം ഓഫ് ദ പോയം. ഈ കവിതയുടെ തീമിന് പറ്റിയ വേറൊരു ടൈറ്റിൽ സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് യു ആർ നോട്ട് എലോൺ എന്ന് കൊടുക്കാം. ദെൻ ദ ഫിഫ്ത്ത് വൺ, പിക്ക് ഔട്ട് ദ റൈമിംഗ് വേർഡ്സ് യൂസ്ഡ് ഇൻ ദ പോയം. ഇതിലുള്ള റൈമിംഗ് വേർഡ്സ് പിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടിയേഴ്സ് ആൻഡ് ഇയേഴ്സ് ആണ് റൈമിംഗ് വേർഡ്സ്. ഓക്കെ. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1, നോ ദാറ്റ് യു ആർൻറ്റ് എലോൺ. വാട്ട് ഡസ് ദിസ് ലൈൻ മീൻ. ഈ ലൈൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചത്. നോ ദാറ്റ് യു ആർൻറ്റ് എലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ഡൗൺ യുവർ കമൻസ്. നിങ്ങൾ കമൻസ് എഴുതാൻ ഇതിനെക്കുറിച്ച്. അതിൻ്റെ മീനിങ് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങൾ അറിയുക എന്നാണ്. വെൻ വി ഫീൽ എലോൺ വി ഷുഡ് നോ ദാറ്റ് മെനി പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ് ആർ ഫീലിംഗ് ദ സെയിം. നമുക്ക് എപ്പോഴെങ്കിലും ഒറ്റപ്പെട്ടെന്ന് തോന്നുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ തിരിച്ചറിയുക, ഒരുപാട് പേര് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതേ ഫീലിംഗുമായിട്ടുണ്ട്. നമ്മളൊരിക്കലും ഒറ്റയ്ക്കല്ല. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. ദ ഹോൾ വേൾഡ് ഷെയർസ് യുവർ ടിയേഴ്സ്. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ ഷെയർ യുവർ ടിയേഴ്സ് മീൻ. ലോകം മുഴുവൻ നിങ്ങളുടെ കണ്ണുനീര് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞു. എന്താണ് ഈ ഷെയർ യുവർ ടിയേഴ്സ് എന്ന എക്സ്പ്രഷൻ്റെ മീനിങ്? ഡു യു ഫൈൻഡ് കംഫർട്ട് വെൻ യു ഷെയർ യുവർ ടിയേഴ്സ് വിത്ത് അതേഴ്സ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ കണ്ണുനീർ മറ്റുള്ളവരെ ഷെയർ ചെയ്യുമ്പോൾ
സമാധാനം, ആശ്വാസം തോന്നിയിട്ടുണ്ടോ? ഷെയർ യുവർ എക്സ്പീരിയൻസ് ഇൻ ദ ക്ലാസ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ ഷെയർ ചെയ്യാനാണ് പറഞ്ഞത്. ഇത് കൂട്ടുകാർ ചെയ്യേണ്ടതാണ്, ക്ലാസ്സിൽ ചെയ്യാം. ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. കളക്ട് പോയംസ് റിലേറ്റഡ് ടു ദ തീം ഷെയറിംഗ്. ഷെയറിംഗ് എന്ന തീമുമായിട്ട് ബന്ധപ്പെട്ട പോയംസ് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. യു മേ പ്രസൻറ്റ് വൺ ഓഫ് ദ പോയംസ് ഇൻ യുവർ ക്ലാസ്. ഒരു പോയം നിങ്ങൾക്ക് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാം. റൈറ്റ് ദ ടൈറ്റിൽസ് ഓഫ് ദ പോയം പ്രസൻറ്റഡ് ബൈ യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന പോയംസിൻ്റെ ടൈറ്റിൽ ഇവിടെ എഴുതാൻ. ഇത് കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ്. ഓക്കെ, ബൈ.